അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് പള്ളി അനധികൃതമായി സീൽ ചെയ്ത നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വിധി ജസ്റ്റിസ് അതുൽ ശ്രീധരൻ പുറപ്പെടുവിച്ചിരിക്കുന്നു. കോടതി ചോദിക്കുന്നത്, ആരുടെ താൽപ്പര്യപ്രകാരമാണ് ഒരു ആരാധനാലയം സീൽ ചെയ്തത്? മുൻകൂർ നോട്ടീസ് നൽകുകയോ ഉടമസ്ഥരുടെ വാദം കേൾക്കുകയോ ചെയ്യാതെ ഏകപക്ഷീയമായി കേവലം ഒരു പരാതിയെ തുടർന്ന് ആരാധനാലയം സീൽ ചെയ്ത നടപടിയെയാണ് കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്. മുസഫർ നഗറിലെ ഒരു പള്ളി സീൽ ചെയ്തതിനെതിരെ എഹ്സാൻ അലി എന്ന ആൾ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് അതുൽ ശ്രീധരനും ജസ്റ്റിസ് സിദ്ധാർത്ഥ് നന്ദനും ഉൾപ്പെടെയുള്ള ബെഞ്ചിൻ്റെ നിർണായകമായ ഇടപെടൽ. ഏത് നിയമപരമായ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പള്ളി സീൽ ചെയ്തതെന്ന് വിശദീകരിക്കാൻ കോടതി UP ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. മുസഫർ നഗറിലെ ഒരു ഗ്രാമത്തിൽ താൻ നിയമപരമായി വാങ്ങിയ സ്ഥലത്തെ ഒരു പള്ളി അധികൃതർ സീൽ ചെയ്തതിനെതിരെയാണ് എഹ്സാൻ അലി കോടതിയെ സമീപിച്ചത്. 2019 പ്രവീൺ കുമാർ ജെയിൻ എന്നയാളിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത ആധാരത്തിലൂടെയാണ് താൻ ഈ സ്ഥലം വാങ്ങിയതെന്ന് ഹർജിക്കാരൻ കോടതിയിൽ വ്യക്തമാക്കി. പള്ളിക്ക് ചുറ്റും കോമ്പൗണ്ട് വാൾ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോഴാണ് നിർമ്മാണം നിയമവിരുദ്ധമാണെന്നും അധികൃതരിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടില്ലെന്നും ആരോപിച്ച് ഉദ്യോഗസ്ഥർ പള്ളി സീൽ ചെയ്യുന്നത്. എന്നാൽ ഇത്തരം ഒരു നടപടിക്ക് മുമ്പ് തനിക്ക് യാതൊരുവിധ നോട്ടീസും നൽകിയിട്ടില്ലെന്ന് ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ ജഗദീഷ് പ്രസാദ് മിശ്ര കോടതിയെ ബോധ്യപ്പെടുത്തി. എന്നാൽ സർക്കാരിൻ്റെ നടപടിയെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ സത്യവാങ്മൂലം സഹിതം അടുത്ത വാദം കേൾക്കുന്ന ദിവസം ഹാജരാക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. റോസ്റ്റർ മാറ്റത്തെ തുടർന്ന് ബെഞ്ച് ഫിക്സിങ്ങിൽ അതുൽ ശ്രീധരനെ അപ്രധാനമായ കേസുകൾ കേൾക്കുന്ന ബെഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപ്രകാരം അടുത്ത വാദം കേൾക്കുന്നത് ജസ്റ്റിസ് അതുൽ ശ്രീധർ ആയിരിക്കില്ല. ഗവൺമെൻറ് ഇടപെട്ട് റോസ്റ്റർ ചേഞ്ചിങ്ങിൽ അദ്ദേഹം കുടുംബ കേസുകൾ കേൾക്കാൻ വേണ്ടിയുള്ള ബെഞ്ചിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. യോഗിയുടെയും BJPയുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഇടപെടൽ ഈ വിഷയത്തിലുണ്ട്. ശക്തമായ വിധിന്യായങ്ങളിലൂടെ യോഗി സർക്കാരിൻ്റെ ഭരണഘടനാ വിരുദ്ധതയെ, നിയമാനുസൃതമല്ലാത്ത എല്ലാ ഇടപാടുകളെയും ചോദ്യം ചെയ്ത് ശ്രദ്ധ നേടിയ ആളാണ് ജസ്റ്റിസ് അതുൽ ശ്രീധരൻ. മലയാളിയായ കണ്ണൂർക്കാരനായ ജസ്റ്റിസ് അതുൽ ശ്രീധരനെ ഫുട്ബോൾ തട്ടും പോലെയാണ് മോദി ഗവൺമെൻറ്റും യോഗി ഗവൺമെൻറ്റും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യോഗി സർക്കാരിൻ്റെ വീഴ്ചകളെ കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ ഒട്ടും ഭയം ജസ്റ്റിസ് അതുൽ ശ്രീധരന് ഉണ്ടായില്ല. അതുൽ ശ്രീധരൻ അതുല്യനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല.